ഗുഡ് മോർണിംഗ് മക്കളെ, എന്നാണ്ട് വിശേഷമൊക്കെ? എക്സാം ആയോ? എല്ലാവരും പഠിച്ചോ? മോഡൽ എക്സാം കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട്? എളുപ്പമല്ലായിരുന്നോ? നമുക്ക് കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ 2-3 ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം കേട്ടോ. ദ വെയിറ്റ് ഓഫ് 7 പീപ്പിൾസ് ഇൻ എ ക്ലാസ് ആർ ഗിവൺ. ഫൈൻഡ് മീഡിയൻ വെയിറ്റ് 35. ഇതാണ് 2 ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് ആ 2 മാർക്സ് കളയണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് പിന്നെ ഇതുള്ള പ്രോബ്ലംസ് ചെയ്യിക്കുന്നത്. മീഡിയം കണ്ടുപിടിക്കാനാണ്. വാല്യൂസ് വന്നിട്ടുണ്ട്. മീഡിയം കണ്ടുപിടിക്കാനാണ്. ഫ്രീക്വൻസി ടേബിൾ അല്ലെങ്കിൽ മീഡിയന്റെ ഫ്രീക്വൻസി ടേബിൾ ആണെങ്കിൽ നമ്മൾ മറ്റേ രീതി ചെയ്യും. അല്ലെങ്കിൽ അത് 5 മാർക്കിനൊക്കെ വരത്തുള്ളൂ കേട്ടോ. ഇത് 2 മാർക്കിന്. എന്തായിരിക്കും നിങ്ങൾ ആദ്യം ചെയ്യുന്നത്? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആദ്യം നമ്മൾ തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം അസെൻഡിങ് ഓർഡറിൽ എഴുതണം. ഓക്കെ, ആദ്യം അസെൻഡിങ് ഓർഡർ നിങ്ങൾ അങ്ങനെ തന്നെ എഴുതണം കേട്ടോ. അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞ് എടുത്തെഴുതണേ. ഏതൊക്കെയാണ്? ഇതാണ് നമ്മുടെ വാല്യൂസ്. അതിൽ ഏറ്റവും ചെറുത് 32, 32 കഴിഞ്ഞ് 35, അത് കഴിഞ്ഞ് 38. ഓക്കെ, 7 വാല്യൂസാണ് ഉള്ളത്. 38 കഴിഞ്ഞ് 42, 44 അല്ല 43 ഉണ്ട്. അത് കഴിഞ്ഞ് 44 കഴിഞ്ഞ് 45 അല്ലേ? 1 2 3 4 5 6 7 വാല്യൂസ് ഉണ്ട്. ഓക്കെ, 7 നമ്പേഴ്സ് ഉണ്ട്. ഇനി എവിടെ കിടക്കുന്നതാണ് മീഡിയം നമ്മൾ കണ്ടുപിടിക്കണ്ടേ? അതെങ്ങനെയാണ് ചെയ്യുന്നത്? ഫോർമുല എന്നായിരുന്നു? n+1/2. n എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7. n എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര നമ്പേഴ്സ് ഉണ്ട്, എത്ര സംഖ്യകൾ തന്നിട്ടുണ്ട്? അതാണ് 7 + 1/2. ദാറ്റ് ഈസ് ഈക്വൽ ടു 8/2 = 4. 4th പൊസിഷനിൽ കിടക്കുന്നതാണ് നമ്മുടെ മീഡിയൻ ആയിട്ട് വരുന്നത്. 4th പൊസിഷനിൽ എത്ര? 1 2 3 4. അപ്പൊ ആരാണ് മീഡിയൻ? എത്രയാണ്? മീഡിയൻ ഇസ് ഈക്വൽ ടു 42. ഇത് വെയിറ്റ് അല്ലേ? അപ്പൊ 42 kg. എത്ര സിമ്പിൾ ആയിട്ടല്ലേ ആൻസർ എടുത്ത് എഴുതിയത്? അത്രേ ഉള്ളൂ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്താണ്? നിങ്ങൾ കറക്റ്റായിട്ട് അസെൻഡിങ് ഓർഡറിൽ എഴുതണം. അത് മറക്കരുത്. അത് പോയാൽ പോയി കേട്ടോ. ഓക്കെ, ഈ 2 മാർക്ക് മേടിച്ച നമ്മുടെ എക്സാമിന് നിങ്ങൾ A+ മേടിയില്ലേ? കളയണ്ട. 2 മാർക്ക് കൂടെ കളയണ്ട കേട്ടോ. അപ്പോൾ ഒന്നും നമ്മൾ നിസ്സാരമായിട്ട് കളയില്ല കേട്ടോ. ഓക്കെ, അടുത്ത സെക്കൻഡ് വൺ. ദ സ്കോർ ഓഫ് 10 സ്റ്റുഡൻസ് ഇൻ എക്സാമിനേഷൻ ആർ ഗിവൺ. കാൽക്കുലേറ്റ് ദ മീഡിയൻ. സെയിം തന്നെയാണ്, പക്ഷെ ഇവിടെ 10 സ്റ്റുഡൻസ് ആണ്. നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ നമ്മുടെ എഴുതുന്ന പോലെ തന്നെ എന്തിലെഴുതും? അസെൻഡിങ് ഓർഡറിൽ എഴുതാൻ പോവാണ്. അസെൻഡിങ് ഓർഡറിൽ ഫസ്റ്റ് വൺ ആദ്യം എത്രയാണ്? 20 ഉണ്ട്. 20 പിന്നെ 24 എഴുതി. പിന്നെ 25 അല്ലേ? 25 കഴിഞ്ഞ് 27 കഴിഞ്ഞ് 28, അത് കഴിഞ്ഞ് 30 ആണെന്ന് തോന്നുന്നു. 30 32 ഉണ്ട്. 33 ഉണ്ട്. 33 36 38 അത്രയേ ഉള്ളൂ. 10 ആയല്ലേ? ആയല്ലോ. എഴുതി. അസെൻഡിങ് ഓർഡറിൽ എഴുതാം. അത് കറക്റ്റായിട്ട് എഴുതണം. ഞാൻ പറയും ഇങ്ങനെ ടിക്കിടാൻ. നിങ്ങൾ എഴുതുന്ന ടിക്കിട്ട് പോകുക, അല്ലെങ്കിൽ പിന്നെ തപ്പണം. പിന്നെ അത് പിന്നെ ആ ടിക്കുകളൊന്നും നോക്കി നമുക്ക് അത് അവോയ്ഡ് ചെയ്ത് ബാക്കി ചെയ്യാമല്ലോ. സമയം കളയാതിരിക്കാനാണ് കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് എത്രാമത്തെ പൊസിഷനിലാണെന്ന് നോക്കാം. നമ്മുടെ ഫോർമുല അനുസരിച്ച് n+1/2 ആണ്. ഇവിടെ എത്ര നമ്പേഴ്സ് ഉണ്ട്? പൊസിഷനാണ് കണ്ടുപിടിക്കുന്നത്. അതായത് മീഡിയന്റെ പൊസിഷൻ എവിടെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാം. അപ്പം n എത്രയാണ്? ഇവിടെ 10 ആണ്. 10 + 1/2 ദാറ്റ് ഈസ് 11/2 ആണ്. അപ്പൊ 11/2 എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയായിരിക്കും? 11നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് എത്ര വരും? ഡിവൈഡ് ചെയ്ത് നോക്കണോ? 11നെ 2 കൊണ്ട് 10 പോയിന്റ് കൊടുത്തു 5.5. അതായത് 5.5 കിടക്കുന്നത്, അതായത് 5നും 6നും ഇടയ്ക്കായിരിക്കും. 5 1 2 3 4 5. ഇത് 5, ഇത് 6. 5.5 എന്ന് പറഞ്ഞാൽ ഇതിന് രണ്ടിനും ഇടയ്ക്ക് കിടക്കുന്ന വാല്യൂ ആയിരിക്കും നമ്മുടെ മീഡിയൻ എന്ന് പറഞ്ഞു വരുന്നത്. മനസ്സിലായോ? അപ്പം ഇതുപോലെ ഓഡ് നമ്പേഴ്സ് എണ്ണം, അതായത് 7 5 7 11 അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കറക്റ്റ് നമുക്ക് കിട്ടും. പക്ഷെ ഇവർ 10 ആണ്. ഇവിടെ നമ്പേഴ്സ് എത്രയാണ്? ഈവൻ നമ്പേഴ്സ് ആണ്. നമ്പേഴ്സ് ഈവൻ ആണ്. അപ്പോഴത്തേക്കും നമ്മൾ എത്രാമത്തെ പൊസിഷനാണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ n+1/2 ഇട്ട് ചെയ്യത്തില്ലേ? അപ്പൊ എന്തായാലും ഇതുപോലെ ആയിരിക്കും കിട്ടുന്നത്. പോയിന്റുള്ള സംഖ്യ ആയിരിക്കും. അതായത്
5.5 എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് 5, പക്ഷെ അസെൻഡിങ് ഓർഡറിൽ എഴുതണം കേട്ടോ, കറക്റ്റായിട്ട് എഴുതണേ. 5നും 6നും ഇടയ്ക്കായിരിക്കും. അപ്പം നമുക്ക് മീഡിയൻ കണ്ടുപിടിക്കാൻ ചുമ്മാ എഴുതാൻ പറ്റത്തില്ല. മീഡിയൻ എന്ന് പറഞ്ഞാൽ അത് രണ്ടും കൂടെ 5th പൊസിഷനിൽ കിടക്കുന്നതും 6th പൊസിഷനിൽ കിടക്കുന്നതും കൂടെ തമ്മിൽ ആഡ് ചെയ്തിട്ട് അതിൻ്റെ ബൈ 2. അപ്പം എത്ര വരും? 8, 58/2 വരും അല്ലേ? 58/2. നമുക്ക് 58/2 എന്ന് ചെയ്ത് നോക്കാം. 58/2 2 4 9 18 അല്ലേ? അപ്പൊ എത്രയാണ്? മീഡിയൻ ഇസ് ഈക്വൽ ടു മാർക്സ് ആണ് ഇതല്ലേ? മാർക്സ് ആണ്. അപ്പൊ മീഡിയൻ മാർക്ക് എത്രയാണ്? 29 അല്ലേ മക്കളെ? നമ്മളിപ്പം മീഡിയന്റെ കുറെ പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് എൻ്റെ മനസ്സ് പറയുന്നത് ഇപ്രാവശ്യം മീഡിയന്റെ ഒരു പ്രോബ്ലം കാണും 2 മാർക്കിന്റെ. നിങ്ങളത് ചെയ്യണം. ആ മാർക്ക് നിങ്ങൾ മേടിച്ചിരിക്കണം. ഓക്കെ മക്കളെ, ബെസ്റ്റ് ഓഫ് ലക്ക് എല്ലാവർക്കും. ഈ ചാനൽ കണ്ടിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.